നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ പ്രവർത്തിക്കണമെന്നായിരുന്നു ആഗ്രഹം. പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നു. കേരളത്തിൽ പ്രവർത്തിക്കണമെന്നായിരുന്നു ആഗ്രഹമെന്നും പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കി. വാർത്താ സമ്മേളനത്തിലാണ് അബിൻ വർക്കിയുടെ പ്രതികരണം. അതൃപ്തി പരസ്യമാക്കിയായിരുന്നു അബിന്റെ പ്രതികരണം. നെടുവത്തൂർ കിണർ ദുരന്തം. സുപ്രധാന ഉത്തരവുമായി സംസ്ഥാന സർക്കാർ. നെടുവത്തൂരിൽ ആത്മഹത്യാ ശ്രമത്തെ തുടർന്നുണ്ടായ കിണർ അപകടത്തിൽ മരിച്ച അർച്ചനയുടെ മക്കളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കും. ജില്ലാ ശിശുക്ഷേമ സമിതിയെ ഇതിനായി ചുമതലപ്പെടുത്തി. 9ലും 6ലും 4ലും പഠിക്കുന്ന 3 കുട്ടികളുടെ വിദ്യാഭ്യാസമടക്കം സംരക്ഷണമാണ് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കിണറിൽ ചാടിയ അർച്ചനയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കൈവരിയിടിഞ്ഞ് അപകടമുണ്ടായത്. ഹാൻഡ് ബ്രേക്ക് വലിച്ചില്ല. പിന്നോട്ടുരുണ്ട കാറിനടിയിൽപ്പെട്ട വീട്ടമ്മ മരിച്ചു. മീനെടുത്ത് വീട്ടുമുറ്റത്ത് പിന്നോട്ടുരുണ്ട കാറിനടിയിൽപ്പെട്ട വീട്ടമ്മ മരിച്ചു. മകൻ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സ നേടി. കാവാലച്ചിറ കുറ്റിക്കൽ അന്നമ്മ തോമസ് ആണ് മരിച്ചത്. കാലിന് പരിക്കേറ്റ മകൻ ഷിജിൻ കെ തോമസിനെ തെള്ളകത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന്റെ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന കാർ മകൻ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. ഈ സമയം അന്നമ്മ ഗേറ്റ് തുറക്കുകയായിരുന്നു. പിന്നാലെ ഷിജിനും വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. എന്നാൽ ഹാൻഡ് ബ്രേക്ക് ഇടാതിരുന്നതിനാൽ വാഹനം പിന്നോട്ടുരുണ്ട് ഇരുവരുടെയും ശരീരത്തിൽ കയറി ഇറങ്ങി. കാർ ഉയർത്തിയാണ് രണ്ടുപേരെയും പുറത്തെടുത്തത്. ആലപ്പുഴയിൽ ഷോക്കേറ്റ് സ്ത്രീ മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. KSEBയുടെ വാദം പൊളിയുന്നു. നടപടിക്ക് സാധ്യത. ആലപ്പുഴ പാടശേഖരത്തിൽ പണിയെടുക്കുന്നതിനിടെ വിശ്രമത്തിനായി കരയ്ക്ക് കയറാൻ ശ്രമിച്ച KSEB പോസ്റ്റിന്റെ സ്റ്റേ വയറിൽ നിന്ന് ഷോക്കേറ്റ് സ്ത്രീ മരിച്ച സംഭവത്തിൽ KSEB ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യത. ആലപ്പുഴ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നടത്തിയ പരിശോധനയിൽ സ്റ്റേ കമ്പി ഫ്യൂസ് കാരിയറിൽ തട്ടിയതാണ് അപകട കാരണമെന്ന് കണ്ടെത്തി. ഈ അപകട സാധ്യത KSEB ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ് സംശയം ഉയർന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ KSEB ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായേക്കും. KSEB ഉദ്യോഗസ്ഥർ, പാടശേഖര ഭാരവാഹികൾ, നാട്ടുകാർ എന്നിവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. സ്റ്റേ കമ്പി അജ്ഞാതർ ഊരിവിട്ടതാണെന്ന KSEB ഉദ്യോഗസ്ഥരുടെ വാദവും പോലീസ് പരിശോധിക്കും. പൊള്ളലേറ്റ ചികിത്സയിൽ കഴിയുന്ന ലതയുടെ മൊഴി എടുത്ത ശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുക. RSSനെതിരെ കുറിപ്പെഴുതി യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ്. തിരുവനന്തപുരം തമ്പാനൂർ പോലീസാണ് കുറ്റം ചുമത്തിയത്. ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറയുന്ന NM എന്നയാളെ പ്രതി ചേർത്തിട്ടുണ്ട്. പോലീസിന് ഇയാളെ ഏകദേശം മനസ്സിലായി എന്നാണ് ലഭിക്കുന്ന സൂചന. ആളെ തിരിച്ചറിഞ്ഞ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ആരോപണത്തിൽ കഴമ്പുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. യുവാവിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിനായിരുന്നു പോലീസ് കേസെടുത്തത്. അതേസമയം സത്യം പുറത്തുവരണമെന്നാണ് RSSും ആവശ്യപ്പെടുന്നത്.